ഹലോ ഗൈസ്, എൻ്റെ പേര് കാർത്തിക് എന്നാണ്. എത്രത്തോളം പേർക്ക് എന്നെ അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങണമെന്ന് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമാണ്. ലൈക്ക് അവരുടെ എക്സ്പീരിയൻസും അവർ ഏത് മേഖലയിലാണെങ്കിൽ പോലും അവരുടെ എക്സ്പീരിയൻസ് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഷെയർ ചെയ്യുന്നത് കേൾക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം ആ ഒരു ഇൻട്രസ്റ്റിൽ ഞാനും ഒരു പോഡ്കാസ്റ്റ് ചാനലല്ല, ഈ ചാനൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്ന് എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് വീഡിയോ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷം കാണാൻ പോകുന്നത്. അപ്പം എന്തായാലും തെറ്റും കുറ്റങ്ങളെല്ലാം കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഞാൻ അതെല്ലാം തിരുത്തി നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും എൻ്റെ വീഡിയോയ്ക്ക് തരിക. നിങ്ങളെല്ലാവരുമാണ് എൻ്റെ ഒരു സപ്പോർട്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റിലോട്ട് സ്വാഗതം. ഹലോ ഗൈസ്, എൻ്റെ പുതിയതും ആദ്യത്തേതുമായ ഒരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഗൗരി TP ആണ്. അപ്പം പുള്ളിക്കാരിയെ ആദ്യം വിളിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരി ഒരു മടിയുമില്ലാതെ എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം പുള്ളിക്കാരിക്കും എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റിനും ഒരു കൈയടി. ഗൗരി TP എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. പുള്ളിക്കാരിയെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ഗൗരി TP എന്ന് പറയുന്നൊരു വ്യക്തി 96 എന്ന് പറഞ്ഞൊരു മൂവി, നമ്മുടെ വിജയ് സേതുപതി അഭിനയിച്ച 96 എന്ന് പറഞ്ഞ മൂവിയിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ജാനു എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ഫിലിമിൻ്റെ ഏറ്റവും മേജർ ക്യാരക്ടറായ ജാനു എന്ന് പറഞ്ഞ ക്യാരക്ടറിനും ഡബ്ബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഗൗരി TP. പിന്നെ അതിന് പുറമേ നമ്മൾ തമ്മിലൊരു 8 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത്രയും നല്ലൊരു, അതായത് ഫിലിം ഫീൽഡിൽ ഓൾറെഡി ഡെബ്യൂട്ടായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്, ഡബ്ബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാർ കുറച്ചുകൂടെ ഒരു റെക്കഗ്നൈസ് ചെയ്യാത്തതിൻ്റെ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു ചോദ്യം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു സിനിമയിൽ, അതായത് മെയിൻലി ഇപ്പം ഏത് മേഖലയായിരുന്നാൽ പോലും, ഇപ്പം ആർട്ടായിരുന്നാലും മ്യൂസിക് ആയിരുന്നാലും DOP ആയിരുന്നാലും ക്യാമറ ആയിരുന്നാലും എഡിറ്റിംഗ് ആയിരുന്നാലും എന്ത് മേഖല ആയിരുന്നാലും അവിടെ ഒരു സ്ക്രീനിൽ, അതായത് തിയേറ്ററിൽ അവിടെ പേര് എഴുതി കാണണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടീമിനോട് വർക്ക് ചെയ്യണമെന്നായിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പം ഗൗരി അങ്ങനെ ചെയ്തിട്ടും ഗൗരിക്കൊരു ആൾക്കാരിലോട്ടൊരു അതായത് ഇങ്ങനത്തെ ഒരു പടത്തിൽ ചെയ്തൊരു ആളാണെന്നുള്ളൊരു റെക്കഗ്നൈസേഷൻ കിട്ടാത്തതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും എന്നാണ് ഒരു തോന്നുന്നത്. റീസൺ എന്തായിരിക്കും എന്നെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ 96 പോലൊരു മൂവി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു പ്രോപ്പർ എൻട്രി ആണല്ലോ ഫിലിം ഫീൽഡിനൊക്കെ. അപ്പോൾ ഒരു മേജർ പാർട്ട് മൂവിയുടെ ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പോർഷൻ വരെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കാണുന്ന ആൾക്കാർ എല്ലാവരും ആ ഡയലോഗ്സ് എൻജോയ് ചെയ്തു. പക്ഷേ അത് എന്തുകൊണ്ട്, അതെങ്കിൽ ഇതിൻ്റെ പിറകിലുള്ള ആർട്ടിസ്റ്റ് ആരാണെന്നുള്ളത് ആരും ചോദിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കുറച്ച് കാലം ഇങ്ങനെ മേ ബി ഇപ്പോഴായിരിക്കും എനിക്ക് റെക്കഗ്നിഷൻ വരിക അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. മേ ബി ചില ആർട്ടിസ്റ്റുകളുടെ വർക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടുമായിരിക്കും, അവരുടെ ആ പേഴ്സണാലിറ്റി ബിഹൈൻഡ് ദ ക്യാമറ റെക്കഗ്നൈസ് ചെയ്യപ്പെടില്ലായിരിക്കും. അപ്പോൾ എനിക്ക് ആദ്യം എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് എല്ലാവരും ആ ആർട്ട് എൻജോയ് ചെയ്തപ്പോൾ, സോങ്സ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും എൻജോയ് ചെയ്തപ്പോൾ ഞാൻ കുഴപ്പമില്ല, ലൈക്ക് മുഖം വല്ലേ റെക്കഗ്നൈസ് ചെയ്യാതുള്ളൂ, ബാക്കി ഡയലോഗ്സ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും ആൾക്കാർ എൻജോയ് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് ലൈക്ക് ഫൈൻ വിത്ത് ഇറ്റ്. അതെങ്കിലും നമുക്ക് ആദ്യം അങ്ങനത്തെ ഒരു നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായപ്പം തുടക്കത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്ക് പറയുമെങ്കിലും, പക്ഷെ നമുക്ക് പേഴ്സണലി ഇപ്പം തന്നെ നമുക്കിപ്പം ഏത് ഫീൽഡിലായിരുന്നാലും നമ്മൾ ചെയ്തൊരു കാര്യം ആൾക്കാർ അത് എൻജോയ് ചെയ്തിട്ട് പോലും നമുക്കൊരു അതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടാതെ പോകുന്നതിൽ അത് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു വിഷമം എന്ന് പറയുമ്പോൾ, ഒന്ന് ഞാൻ വളരെ കുറച്ചുകൂടി യങ് ആയിരുന്നു ചെയ്ത സമയത്ത്. അപ്പോൾ ഏജ് എത്രയായിരുന്നു ആ സമയത്ത്? ഐ തിങ്ക് 17, 16, 17 സംതിങ്, എന്തായാലും ആ ഒരു ടീനേജ് പീരീഡ് ആയിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു മൂവി ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പ്രൈമറിലി എൻ്റെ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അല്ലാതെ അതിന് ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും, ഹ്യൂജ് റെക്കഗ്നിഷൻ, പിന്നെ ഫങ്ഷൻ, അങ്ങനെ ഞാൻ ആലോചിച്ചില്ല.
പക്ഷെ എന്നാലും മൂവി നല്ലോണം എടുത്തിരിക്കുന്നത് എന്ന് കാരണം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡയലോഗ്സ് ചെറിയൊരു പാർട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മൂവി ശരിക്കും കണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ സോങ്സും സ്റ്റുഡിയോയിൽ എനിക്കിങ്ങനെ പ്ലേ ചെയ്ത് കാണിച്ചു തന്നു ഗോവിന്ദ് ചേട്ടൻ. അപ്പോൾ ഞാനിങ്ങനെ നല്ല സോങ്സ് ആണ്, നല്ല മൂവി, നന്നായിട്ട് മേക്കിംഗ് നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് എവിടെയോ ഇത് ഹിറ്റ് ചെയ്യും ആൾക്കാർക്ക് എന്ന് തോന്നി. അപ്പം ഞാനിങ്ങനെ ഓക്കെ, എൻ്റെ ഒരു ഡെബ്യൂ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു എൻട്രി ആയിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ റെക്കോർഡിംഗ് സെഷനിൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതായത് പടം ആ ഒരു റെക്കോർഡിംഗ് സമയത്തും പിന്നെ ഇത് പിന്നെ ഈ ചോദിച്ചാൽ നമുക്ക് ഈ 90s എന്ന് പറഞ്ഞ സിനിമയിലോട്ട് എങ്ങനെയാണ് ഒരു എൻട്രി കിട്ടിയത്? അതായത് നമുക്ക് പടത്തിലോട്ടൊരു ഡബ്ബിങ്ങിനായിരുന്നാൽ പോലും പാട്ട് പാടാനായിരുന്നാൽ പോലും ഇപ്പം നമ്മളെ ഇഷ്ടംപോലെ ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഇഷ്ടംപോലെ റിയാലിറ്റി ഷോസും ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത്രയും ഒരു പ്രത്യേകിച്ച് സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇപ്പോൾ ഒരു വലുതായിട്ട് കിടക്കുന്ന ഒരു മേഖലയിൽ നിന്ന് ഇപ്പം ഗൗരിയെ പോലെയുള്ള ഒരാൾക്ക് ഒരു ചാൻസ് കിട്ടിയത് എങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. ട്രൂ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു മലയാളിയാണ്. അപ്പം അതെ. മൂവി കണ്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഞാൻ തമിഴ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. തമിഴിയൻ എന്നാണ്. അതിലോട്ട് എനിക്ക് നമ്മുടെ സൂപ്പർ സിംഗറിന്റെ അത് നമുക്ക് ചോദിക്കാം. ഇപ്പൊ ചോദിച്ചതിന്റെ ഒരു ഈ മൂവിയുടെ എൻട്രി എനിക്ക് ആക്ച്വലി സൂപ്പർ സിംഗർ വിജയ് ടിവിയുടെ ഒരു സൂപ്പർ സിംഗർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് കോണ്ടാക്ട് എങ്ങനെയായിരുന്നു? ആരായിരുന്നു? ഫസ്റ്റ് കോണ്ടാക്ട് മൂവിയുടെ ഒരു എനിക്ക് തോന്നുന്നു അസോസിയേറ്റ് ആണെന്ന് തോന്നുന്നു, ഡയറക്ടർ ആണെന്ന് തോന്നുന്നു. ആനന്ദ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. എനിക്ക് ആ സമയത്ത് ഞാൻ ഷോ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, സൂപ്പർ സിംഗർ ഫിനാലെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് റെക്കഗ്നിഷൻ ഉണ്ടായിരിക്കും, ആൾക്കാർ പബ്ലിസിറ്റി ഉണ്ട്. ലോക്കൽസ് അല്ലേ, അല്ലെങ്കിൽ ലോക്കൽസ് അങ്ങനെ പറയാൻ പറ്റില്ല. TV എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ അത്യാവശ്യം തമിഴ്നാട്ടിലായിരുന്നാൽ പോലും നല്ലൊരു ഫെയിം കിട്ടി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ പുള്ളിക്കാരൻ വിളിച്ചത്. ആ ഷോ കുറച്ച് പബ്ലിസിറ്റി ഉള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഇറങ്ങുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ളൊരു പബ്ലിസിറ്റി കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജൂനിയർ ആ സീസൺ ആയിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോൾസ് വരുമ്പോൾ സൂക്ഷിച്ചെടുക്കാവുള്ളൂ എന്നുള്ള രീതിയിൽ ഓൾറെഡി ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ എനിക്കല്ലാതെ തന്നെ പ്രാങ്ക് കോൾസ് വരുന്നതാണ്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇവിടെ വന്നാൽ ഇത്ര രൂപ പേയ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഏതോ കുറച്ച് വളരെ സീരിയസ് ആയിട്ട് പ്രാങ്ക് ചെയ്യാൻ അറിയാന്നുള്ള ഒരാളെ വിളിച്ച് മൂവി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ട്രൂ. ഇപ്പം ഡയറക്ടറിനൊക്കെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓൾറെഡി മൂവിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, പുള്ളി ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉള്ള ആൾക്കാരാണല്ലോ, പക്ഷെ ആരോ പ്രാങ്ക് ചെയ്യുന്നു. ഞാൻ കോൾ ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലായി. പക്ഷേ പിന്നീട് ആൾ ഫോളോ അപ്പ് ചെയ്ത് ആ മൂവിയുടെ ബിറ്റ്സ് ഒക്കെ അയച്ചപ്പോഴാണ് എനിക്ക് ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ റഫായിട്ട് അയച്ചു. അപ്പോഴാണ് എനിക്ക് മേ ബി ഉള്ളതായിരിക്കും, എന്തായാലും പഠിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇങ്ങനെ കോൺട്രാക്ടോ അങ്ങനെ ഒന്നും ആ സമയത്ത് സംസാരിച്ചിട്ടില്ല. ഇല്ല, അതൊരു എനിക്ക് എന്നെ ഓഡിഷൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അയച്ച ബിറ്റ്സ് ആണ്. അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ തമിഴ് പ്രൊനൗൺസിയേഷൻ ഒക്കെ ചെക്ക് ചെയ്യണം. എന്നെ ആക്ച്വലി പാടാനല്ല ആദ്യം വിളിച്ചത്, ഡബ് ചെയ്യാനാണ് വിളിച്ചത്. അതായത് നമ്മുടെ ഈ ജാനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം. ഇല്ല, തൃഷ മാമാണ് അങ്ങനെ ഒന്നും പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഇങ്ങനൊരു മൂവി ഉണ്ട്, ആക്ടേഴ്സ് ഇതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. പക്ഷെ എന്നോട് ഒരു സ്കൂൾ കുട്ടിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്, ഒരു തഞ്ചാവൂർ ബേസ്ഡ് അങ്ങനെ ഒരു റഫായിട്ടുള്ള ഒരു മനസ്സിലായി. അപ്പോ ആ ഡയലോഗ്സ് ഒക്കെ അയച്ചു. അപ്പം എനിക്ക് ഇതൊരു ആൽബം ആണോ മൂവി ആണോ എനിക്ക് ആദ്യം അതേ കൺഫ്യൂസ്. അപ്പോ അവര് എന്നോട് പറഞ്ഞു ചെന്നൈയിൽ ചെന്ന് ഓഡിഷൻ ചെയ്യാനാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഒരു അസൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവര് ട്രിവാൻഡ്രത്ത് വന്നു. അപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു സ്റ്റുഡിയോയിലാണ് ഓഡിഷൻ പോലെ ചെയ്തത്. അപ്പൊ റഫായിട്ട് കുറെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു. ഡയലോഗ്സ് തന്നെയാണ് ആദ്യം. ഡയലോഗ്സ് അന്ന് തന്നെ അതായത് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ. അതാ കുറച്ചൊക്കെ അതായിരുന്നു. പക്ഷെ സോങ്സ് ആണ് മേജർലി. എന്നോട് പറഞ്ഞു ഞാൻ ഡബ് ചെയ്യണം. സോ ഡബ് ചെയ്യുമ്പം ഈ ക്ലാസ് റൂംസിൽ നമ്മൾ ഈ മറ്റേ സാധാരണ സ്കൂളിൽ നമ്മൾ പാടില്ല, ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു രീതി അങ്ങനെ പാടുമല്ലോ. സിംഗേഴ്സ് ഉള്ള ക്ലാസ് റൂം ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ വിളിച്ച് പാടിക്കും. അതുപോലെ ക്ലാസ്സിൽ പാടുമ്പോൾ ഉള്ള പാട്ടുകളുണ്ട്, അത് പാടണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി ഡബ് ചെയ്യുക, പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സോങ്സ് പാടുക. അപ്പോൾ ആ സോങ്സ് എനിക്ക് അയച്ചു. അത് കുറെ ഇളയരാജ ജാനകി അമ്മ കോമ്പിനേഷനിലുള്ള കുറച്ച് ഓൾഡ് പാട്ടുകൾ. അപ്പോൾ അത് ഞാൻ പഠിച്ചു വെച്ചു.
പിന്നെ കുറച്ച് ഡയലോഗ്സും അങ്ങനെ. ഓഡിഷന് പോയപ്പോഴും ആദ്യം ഡയലോഗ്സ് ചെയ്ത് നോക്കി. അപ്പോൾ അവർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കൊരു സ്പെസിഫിക് തഞ്ചാവൂർ സ്ലാങ് ആണ് പറഞ്ഞു തന്നത്. ഞാൻ തഞ്ചാവൂർ പോയിട്ട് പോലും ഇല്ല. എന്നിട്ട് തഞ്ചാവൂർ സ്ലാങ് പക്ഷേ ഡയലോഗ്സ് അവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ക്ലാസ് റൂം സോങ്സ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് പിന്നീട് അവർ എന്നോട് പറഞ്ഞു ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിക്കും. അപ്പോൾ അതിലൊരു സോളോ ഒരു ട്രാക്ക് ഉണ്ട്. അതും കൂടെ ചിലപ്പോൾ പാടേണ്ടി വരും എന്ന് പറഞ്ഞു. അതായത് ഈ നമ്മുടെ ഡബ്ബിങ് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണോ അല്ല റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അവർക്ക് ഇഷ്ടപ്പെട്ടു ഓഡിഷൻ ചെയ്തപ്പോൾ. അല്ല, ഞാൻ ചോദിച്ചത് നമുക്ക് ഇപ്പം ഡബ്ബിങ്ങിന് ഒരാളെ വിളിച്ചിട്ട് നമുക്കൊരു പാട്ടും കൂടി എടുത്ത് തന്നു കഴിയുമ്പോഴേ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കാണുമല്ലോ. അത് എന്തായിരിക്കും ഒരു റീസൺ എന്നുള്ളത് അത് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഓൾറെഡി അതിനകത്ത് പാടുന്നുണ്ട് മൾട്ടിപ്പിൾ സോങ്സ്. ക്ലാസ് റൂംസില് അപ്പോൾ എനിക്ക് എനിക്ക് തന്ന സോളോ ട്രാക്കും ഈ സ്പെസിഫിക് ക്യാരക്ടറിന്റെ പാട്ടാണ്. അപ്പൊ ഞാൻ തന്നെ ഡബ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ പാടുന്ന രീതി സിംഗറും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവരെന്നോട് പറഞ്ഞു ജസ്റ്റ് നമ്മൾ സംസാരിച്ച് വെക്കാം, പക്ഷെ അവിടെ പോയി പ്രൊഡ്യൂസേഴ്സ് നീ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മാത്രമേ കൺഫർമേഷൻ പറയാൻ. അങ്ങനെ അവർ പോയിട്ട് ഒരു വീക്കിനുള്ളിൽ എന്നെ കോൺടാക്ട് ചെയ്തു കൺഫേം ചെയ്തിട്ട്. അതിനുശേഷം ഗോവിന്ദ് ചേട്ടൻ എന്നെ വിളിച്ചു. ഈ പാട്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്നുള്ള കാര്യം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. പാട്ട് പക്ഷേ പാട്ടിന്റെ ഫ്രെയിം വർക്കൊക്കെ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം കേൾക്കുന്നത് ചെന്നൈ പോയിട്ടാണ്. ആ സ്റ്റുഡിയോയിൽ കേൾക്കുന്നത്. പക്ഷേ വളരെ എളുപ്പത്തിൽ ഐ തിങ്ക് കൂടിപ്പോയ ഹാഫ് ആൻ അവർ എടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത സോങ് ആണ്. നമ്മളെ ട്രാക്ക് കേട്ടിട്ടില്ലെങ്കിൽ ഏനെന്നാണ് ട്രാക്കിന്റെ പേര്. യൂട്യൂബിലും എല്ലാത്തിലും സ്പോട്ടിഫൈയിലും എല്ലാത്തിലും ഉണ്ട്. ഏനെന്നാണ് YAEN എന്നാണ് ട്രാക്കിന്റെ പേര്. അപ്പം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം പാട്ട്. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പറയണമെന്ന് വിചാരിക്കും. എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നീട് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഗോവിന്ദ് വസന്ത എന്ന് പറഞ്ഞ പുള്ളി മ്യൂസിക് ഡയറക്ടർ ഇപ്പം വളരെയധികം ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലായിരുന്നാൽ പോലും നല്ല രീതിയിൽ മ്യൂസിക് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണെന്ന് എനിക്ക് ഫീൽ വരുന്നത്. ഭയങ്കര യുണീക്കാണ് പുള്ളിയുടെ പ്രത്യേകിച്ച് 96 എന്ന് പറയുന്ന സോങ്സ് പടം കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സായിട്ടാണ്. അതിലൊരു നല്ല അതിലെ എല്ലാ ട്രാക്കും അടിപൊളിയാണ്. അപ്പം പുള്ളിയുടെ ഒരു വിഷൻ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കൂടെ നമ്മൾ വർക്ക് ചെയ്തപ്പം കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം. കാരണം ഗൗരി ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക്കിനായിരുന്നാൽ പോലും ഡബ് ചെയ്തത്. അപ്പം ഡബ്ബിങ് കഴിഞ്ഞുകൊണ്ടേ വേറൊരു വലിയൊരു ചുമതലയും കൂടെ തന്നിട്ടുണ്ട്. പാട്ട് പാടുക എന്നുള്ളൊരു ചുമതല തന്നിട്ടുണ്ട്. അപ്പം ഈ ഗോവിന്ദ് വസന്ത എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ പുള്ളിയുടെ വർക്ക് ചെയ്തപ്പം കിട്ടിയ ഒരു ഫീൽ എന്തോ ആയിരുന്നു ആദ്യം തുടക്കത്തിൽ? ഒന്ന് ചെന്നൈയിലാണ് ഈ സ്റ്റുഡിയോയിൽ അവർ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഫിലിം ഡയറക്ടർ ഉണ്ടായിരുന്നു അവിടെ. ബാക്കി അവിടെയുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സ് എല്ലാവരും തമിഴാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് മലയാളി. അത് അപ്പോൾ നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലിരുന്ന് സംസാരിക്കാനും അങ്ങനെ ഒരു വൈബായിരുന്നു. വളരെ ചില്ലായിരുന്നു. എനിക്ക് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ ഇവരെയൊക്കെ കാണുന്നത് എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും ഇല്ല. അങ്ങനെ ആ ഒരു ടെൻഷൻ കാര്യങ്ങളൊന്നും കുറവായിരുന്നല്ലേ? അതെ, പുള്ളി ഉണ്ടെങ്കിൽ ചില്ലായിട്ടാണ് റൂമിലുണ്ടായിരുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിലൊക്കെ എന്തെങ്കിലും പറയും. കമ്മ്യൂണിക്കേഷൻ അങ്ങനെയായിരുന്നു. പിന്നെ ഇനഫ് ബ്രേക്സ് ഒക്കെ എടുത്ത് അങ്ങനെയാണ്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇവര് കുറെ ഫിലിംസ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ, ഞാൻ മാത്രം ഫ്രഷർ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതേ ഒരാള് ഇതിലോട്ട് വരുമ്പം ഒരു സിംഗാവോ എന്നുള്ളൊരു പേടിയാണ് അല്ലേ? അതെ, സിംഗാവോന്നും പിന്നെ എന്റെ സൈഡിൽ നിന്നുള്ള വർക്ക് ശരിയാവും ഞാൻ. കാരണം ഔട്ട്പുട്ട് അങ്ങനെ ആയിരിക്കും എല്ലാം 2 ദിവസത്തെ റെക്കോർഡിംഗ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊരു ഡെഡ് ലൈൻ പോലെയും കൂടെ ഉണ്ട്. അപ്പോൾ കുറേ ഡയലോഗ്സ് ഉണ്ട്, കുറേ സോങ്സ് ഉണ്ട്. അപ്പോൾ ശരിയാവോ, എന്റെ സൈഡിൽ നിന്ന് കൂടുതൽ സമയം എടുക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്പെസിഫിക് സ്ലാങ്ങും അതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. കാരണം ഞാൻ കേട്ടിട്ടില്ല ഒരു മനുഷ്യരും തഞ്ചാവൂർ തമിഴ് ആരെങ്കിലും എന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് തഞ്ചാവൂർ സ്ലാങ് ആണെന്നത്. ഇപ്പം ആ സമയത്ത് ഡബ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ആ തഞ്ചാവൂർ സ്ലാങ് പഠിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഞാനങ്ങനെ പഠിച്ചൊന്നും ചെയ്തല്ല. അപ്പൊ അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ എനിക്ക് അറിയത്തില്ല, പല സ്ലാങ് ഉണ്ടല്ലോ. ഇപ്പൊ ചെന്നൈയിലൊരു സ്ലാങ് ആയിരിക്കും, ഇപ്പൊ പറഞ്ഞല്ലോ തഞ്ചാവൂർ വേറെ സ്ലാങ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അതൊന്ന് പഠിച്ച് ചെയ്ത എന്തെങ്കിലും അങ്ങനെ അല്ല, നോർമലി പഠിച്ച് ചെയ്തയാണോ തഞ്ചാവൂർ? ഇല്ല, എന്നോട് തഞ്ചാവൂർ സ്ലാങ് ആണ് അതിനെ കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മൂവീസ് ഒക്കെ കണ്ടു നോക്കി, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ തന്നെ ഈ പറയുന്ന എന്നെ കോൺടാക്ട് ചെയ്ത ആനന്ദ് എന്ന് പറയുന്ന പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ സ്റ്റുഡിയോക്കകത്ത്
പലപ്പോഴും വന്നിട്ട് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ വീണ്ടും എന്നെ കൊണ്ട് പറയിച്ച് അങ്ങനെയാണ് ചെയ്തു. അങ്ങനെ അധികം റിപ്പീറ്റഡ്ലി ചെയ്യേണ്ടി വന്നില്ല. സ്പെസിഫിക് ഇപ്പോൾ ഇന്റർവെൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഈ പറയുന്ന സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ തൃഷയുടെ കോളേജ് ലൈഫ് കാണിക്കുമല്ലോ. ലൈക്ക് ആ ഒരു ബ്രേക്കിൽ രാമനെ കാണുക. കാണാൻ അപ്പോ അവിടെ എനിക്കൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഈ റാം ഇങ്ങനെ താഴെ വന്ന് നിൽക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വന്ന് റാം ഇങ്ങനെ വന്ന് നിൽക്കാണ്. എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു അതെ. അപ്പോ വേറൊരു പയ്യനെ കാണുകയും ഈ കുട്ടി അല്ല ആള് മാറി പോകുന്ന ഒരു അതെ. അപ്പൊ ആ സമയത്ത് കുറച്ച് ദേഷ്യത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. എന്ത് ഇങ്ങനെ ഇനി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ശരിയാക്കും എന്നുള്ള പോലെ പെൺകുട്ടിയുടെ അടുത്ത് അതെ. അപ്പൊ ആ ഒരു സംഭവം മാത്രം എനിക്ക് ആ സ്ലാങ്ങും വരണം. മൊത്തത്തിൽ ആ ഒരു ഇമോഷനും കൂടെ ആ, കുറച്ച് rate കഷ്ടപ്പെട്ടായിരുന്നല്ലേ. അത് മാത്രം ഞങ്ങൾ ചെയ്ത് ശരിയാകുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അടുത്ത ദിവസം ഫ്രഷ് ആയിട്ടാണ് ആ ഡയലോഗ് ചെയ്തത്. അതല്ലാതെ ബാക്കിയെല്ലാം ആ ഫ്ലോയിൽ അങ്ങ് പോയി. ഓക്കെ. അപ്പം ഞാൻ പിന്നീട് ചോദിക്കാൻ വന്നത് നമുക്ക് ഈ ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പം പുറത്തുനിന്ന് ഇപ്പോൾ ഫാമിലിയിൽ നിന്നായിരുന്നാൽ പോലും ഫ്രണ്ട്സിൽ നിന്നായിരുന്നാൽ പോലും ഫ്രണ്ട്സ് എന്ന് പറയാൻ നിങ്ങളൊക്കെ നമ്മൾ അന്ന് ഒരുമിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഷോ തന്നെയാണ്. ഫസ്റ്റ് ഷോ അല്ല, നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ആദ്യത്തെ ഗൗരി കണ്ടതും ഞാനും കണ്ടതും ഒരുമിച്ച് തന്നെ ആയിരുന്നോ? നിന്റെ കൂടെ ഞാൻ മൂവി അന്ന് കാണുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ഷോ കണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ പോയി കണ്ടത്. അപ്പം ആ ഒരു ഫാമിലിയിൽ നിന്നായിരുന്നാൽ പോലും ഇപ്പം ഇത്രയും വലിയൊരു മലയാളത്തിലല്ലെങ്കിൽ പോലും ഗൗരി പണ്ട് മുതലേ ഇപ്പം നമ്മൾ സ്റ്റാർ സിംഗർ സൂപ്പർ സിംഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴിലാണ് എല്ലാം പാട്ടുകളായിരുന്നാൽ പോലും ഓഡീഷൻസ് ആയിരുന്നാൽ പോലും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് തമിഴിലാണ്. അപ്പം ഇവിടുത്തെ ഒരു ഫാമിലി മെമ്പേഴ്സിന് അത് ഒരു ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിരുന്നു. സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ജേണലല്ല, നമ്മളിപ്പം മലയാളി ആകുമ്പോൾ തന്നെ ഇപ്പോൾ ഗോവിന്ദ് വസന്ത് ആണെങ്കിൽ പോലും ഇപ്പം മലയാളി ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ കൂടുതലും ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നത് തമിഴ് മൂവീസിനാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് പരമായിട്ട് എന്തെങ്കിലും ഒരു സംസാരമോ അല്ലെങ്കിൽ ആ ഒരു എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ലാംഗ്വേജ് ഡിഫറൻസസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബയസ് ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ അവിടെ ഒബ്വിയസ്ലി അവിടുത്തെ പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഫീൽഡുമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ റെക്കഗ്നിഷൻ ഇല്ലായിരിക്കും. അതെ അപ്പൊ അത് ഒരു സംഭവമാണ്. അപ്പം നമ്മളിടുന്ന എഫേർട്ടിന് ഞാൻ പിന്നെ കേരളത്തിൽ സ്റ്റേ ചെയ്യുന്ന ഒരാളാണ്. അതെ അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് അവിടെ പോവുകയും കേരളത്തിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു റെസിപ്രോസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചില വളരെ സമയത്ത് ആയിരിക്കും. പക്ഷെ ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു മെന്റാലിറ്റി അതാണ്. ലൈക്ക് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക, പിന്നെ റെക്കഗ്നിഷൻ വേണമെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ്. അന്നും ഐ തിങ്ക് ഞാൻ റെക്കഗ്നിഷനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു വലിയ മൂവി അതെ 96 വാസ് ലൈക്ക് നമുക്ക് ഒരു സെക്കൻഡ് പാർട്ട് എന്തോ സംസാരിച്ചിട്ടുണ്ടെന്ന് എന്തോ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? 96ന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഡയറക്ടർ പുള്ളി എന്തോ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എനിക്കും കൂടുതൽ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഇല്ല. ഞാൻ അങ്ങനെ ചെറിയൊരു ബിറ്റ് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് വരുന്നതായിട്ട്. കാരണം ഫസ്റ്റ് പാർട്ട് ഓൾറെഡി എല്ലാ മേഖലയിലും ഹിറ്റായിട്ടിരിക്കുകയാണ്. ആ ഒരു കോമ്പിനേഷൻ മെയിൻലി ആ വിജയ് സേതുപതിയും തൃഷയായിരുന്നു തമ്മിലുള്ള ഒരു മെയിൻലി ആ പടം എനിക്ക് തോന്നുന്നത് അതിൻ്റെ കോർ എന്ന് പറയുന്ന അവരുടെ ആ ഒരു സ്കൂൾ കാലഘട്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ആർക്കായിരുന്നാൽ പോലും ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു 2ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ വരെ പഠിച്ച ആർക്കായിരുന്നാൽ പോലും അവരെല്ലാം പോയൊരു വഴിയാണ് ഈ സിനിമയിലൂടെ കാണുന്നത്. നമുക്ക് ഭയങ്കര റോ ആയിട്ടാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ അതിൽ ഇപ്പോൾ ഒരു സീൻസിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം കാണുന്നതും ഭയങ്കര എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ ഇത്രയും വലിയൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു ഗൗരി ട്രൈ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗൗരിയുടെ ഭാഗത്തു നിന്നുള്ളൊരു മുന്നോട്ടൊരു പടം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ എന്തായിരുന്നു ഒരു ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് അടുത്ത് ഗൗരിയുടെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഐഡിയ എന്തായിരുന്നു? എനിക്കങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമുക്ക് പോഡ്കാസ്റ്റിന് വേണ്ടി കുത്തി ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പം എനിക്കറിയാം കുറച്ച് കാര്യങ്ങളെങ്കിലും. ഇപ്പം ഇതുപോലെ യങ്സ്റ്റേഴ്സ് കുറേ പേരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നമ്മുടെ തിയേറ്ററിൽ ഒരു പടം കാണുന്ന സമയത്ത് അവരുടെ പേര് മ്യൂസിക് അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന് പറയുന്ന ഒരു രീതിക്ക് വരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ സിംഗേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഹോൾ ഇന്ത്യയിൽ വരെ ഉണ്ട്. ഇപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഒരു
പേര് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വ്യൂസ് ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം മലയാള സിനിമയെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തും അങ്ങനെ അവരെ കുറ്റപ്പെടുത്തി പറയാനല്ല, ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഒരു അതായത് നമുക്ക് നമ്മുടെ മൂവിയിലോട്ട് എത്തിപ്പെടാൻ അന്നത്തെ സമയത്ത് ഭയങ്കര ഒരു മീഡിയം വളരെ കുറവായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഗൗരി ഉള്ള സമയത്ത് യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയി എങ്ങനെ നമുക്ക് സിനിമയിലോട്ട് എത്താന്നുള്ളൊരു ഐഡിയ ഒന്നും നമുക്ക് ആ ഒരു കാലഘട്ടത്തില്ല. ഒന്നെങ്കിൽ നമുക്ക് ടി വി അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിലൂടെ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി നമുക്ക് വൈറലായി കയറി പോകാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ റീൽസ്, ഇപ്പം ഷോർട്സ്, അങ്ങനത്തെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതിലൂടെ കയറി വരുന്നവരുണ്ട്. അപ്പം ആർക്കായിരുന്നാൽ പോലും ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടി സിനിമയിലോട്ട് എത്തിക്കഴിഞ്ഞു, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി ഗൗരി ടി പി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ വീണ്ടും ഒരു അടുത്തൊരു പടിയിലോട്ട് പോവാത്തതാണോ അല്ല ഇങ്ങോട്ട് വരാത്തതാണോ അല്ല എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് തരണം. രണ്ടുമുണ്ട്. അങ്ങോട്ട് പോയുമില്ല, ഇങ്ങോട്ട് വന്നുമില്ല. അങ്ങോട്ട് പോകാത്തതിൻ്റെ റീസൺ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ആ സമയത്ത് എൻ്റെ സ്കൂൾ, കോളേജ് ഇങ്ങനത്തെ ഒരു പീരീഡ്, ട്രാൻസാക്ഷൻ പീരീഡിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അക്കാഡമിക്സ് എന്നൊരു സംഭവം എൻ്റെ തലയിലുണ്ടായിരുന്നു. കാരണം ഒരു വർഷത്തിൽ കൂടുതൽ ഞാൻ വിജയ് ടി വിയുടെ ഷോയ്ക്ക് വേണ്ടി നിന്നു. പിന്നെ അതിനുശേഷം 96 വന്നപ്പോൾ എനിക്ക് എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് എൻ്റെ അക്കാഡമിക്സും കൂടെ എനിക്ക് പ്രോപ്പറായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഗിൽട്ട് വരായിരുന്നു. അയ്യോ എൻ്റെ അക്കാഡമിക്സ് പോവാണ്. അപ്പോൾ അതായത് പ്രൊഫഷൻ പിന്നെ ആ ഒരു പിന്നെ ഒന്നുമല്ല, പക്ഷേ കുറച്ചുകൂടി കാരണം ഞാനൊരു കുറച്ച് തരക്കേടില്ലാത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് മേ ബി നമ്മുടെ ടിപ്പിക്കൽ ടീച്ചർമാരുടെ ഒരു സംഭവം, ഞാൻ ടീച്ചേഴ്സായിട്ട് ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കുറേ ഇതൊക്കെ സംസാരം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്വൈസ് ഒക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അക്കാഡമിക്സും ഫോക്കസ് ചെയ്യണം എന്നുണ്ടായിരുന്നു, നല്ലൊരു കോഴ്സ് ചെയ്യണം. അപ്പം ഈ ഫിലിമിൻ്റെ പിറകെ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചു പോവുക എന്നൊരു സംഭവം എൻ്റെ മനസ്സിൽ ആ സമയത്ത് പോയില്ല. ഒരു റീസൺ ബീയിങ് അക്കാഡമിക്സ്, സെക്കൻഡ് റീസൺ ബീയിങ് ഞാൻ അന്ന് യങ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തനിയെ പോയി ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോർ ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു സംഭവം റാഷണലി ഞാൻ തിങ്ക് ചെയ്തില്ല. പിന്നെ എനിക്കങ്ങനെ കോൺടാക്ട്സും കുറവായിരുന്നു. ഒന്ന് എൻ്റെ പേരൻസിന് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫീൽഡ് ആയതുകൊണ്ട് അവർ അതിനുവേണ്ടി എഫേർട്ട് എടുത്തില്ല. കുറ്റമല്ല, പക്ഷേ സ്റ്റിൽ അതെ. ഐ മീൻ നാച്ചുറലി. പിന്നെ എനിക്കിങ്ങനെ ഒരു ഗോഡ് ഫാദറോ അങ്ങനെ പറയുന്നത് റോങ് ആണെന്നറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സെറ്റപ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല, ലൈക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എന്നുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റാക്കുക, എന്നിട്ട് പിന്നീട് എന്തെങ്കിലും ചെയ്യാം ഈ ഫീൽഡിൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ലാസ്റ്റ് പാടി എത്ര വർഷമായി? ലാസ്റ്റ് നമ്മൾ 96 പാടി ഏത് ഇയറിലാണ്? 2018 ആണെന്നാണ്. 18. ഒരു 7 വർഷമായി. 7 വർഷമായിട്ട് ഒരു പിന്നീട് ഒരു നമുക്ക് സിനിമയിലോട്ട് ഒരു ഒന്നും ഒരിക്കൽ എന്തെങ്കിലും ഒരു ചാൻസ് ചെറുതായിരുന്നാൽ പോലും ഇപ്പം വന്നു കഴിഞ്ഞാലല്ല നമുക്ക് അങ്ങോട്ടൊന്ന് അപ്രോച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് പിന്നീട് ഒരു സമയത്ത് ഞാനൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി അതായത് സിനിമയിൽ പാടിയിട്ടുള്ള ഒരാൾ വീണ്ടും ഇത്രയും 7 വർഷത്തെ ഒരു ഗ്യാപ്പ് പിന്നെ പാടിയിട്ടില്ലെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അതായത് ഒരു നിഗൂഢത നിഗൂഢതയല്ല, ലൈക്ക് ഇത്രയും നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു മുന്നേറ്റം ഇല്ലാത്ത എന്തായിപ്പോയി എന്നുള്ളൊരു മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് മോർ ലൈക്ക് സബ്ജക്റ്റീവ്. കുറച്ച് ഒരാൾക്ക് മുന്നേറ്റം എന്ന് പറയുന്ന രീതി എനിക്ക് ചിലപ്പോൾ മുന്നേറ്റം ആയിരിക്കില്ല. ഫോർ മീ മ്യൂസിക് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നല്ല നല്ല കോൺസെർട്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് സിംഗിൾസ്, ഒറിജിനൽ കോമ്പോസിഷൻസ് ചെയ്യുക സ്പോട്ടിഫൈയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കോണ്ടാക്ട്സ് ഞാൻ കീപ്പ് ചെയ്തു. മൂവീസ് എന്ന് പറയുമ്പം ഐ തിങ്ക് ഒന്നുകിൽ നമ്മൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി ചോദിച്ചു പോകുമ്പോൾ അത് എത്രമാത്രം വർക്ക് ചെയ്യുന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ മേ ബി ആൾക്കാർ ഓപ്പർച്യൂണിറ്റി ചോദിച്ചു പോയി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ ബഡ്ഡിങ് സ്റ്റേജിൽ ആയ സമയത്ത് നമുക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ബഡ്ഡിങ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് തരത്തില്ല. ആ ഒരു സമയത്ത് ഇപ്പം ഏത് മേഖലയിലായിരുന്നാൽ പോലും നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നാണം കെട്ട് ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഒന്ന് ടീമിൽ, കാരണം നമുക്ക് ഇങ്ങോട്ടൊരു
എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻകമോ ഒന്നും ഇല്ല. നമ്മൾ പ്രോപ്പർ നമുക്ക് ആ ഒരു ബേസ് ഇപ്പം ഗൗരി പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ കണ്ടന്റ് നല്ലൊരു ക്വാളിറ്റിയിൽ അവർക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു മേഖലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫീൽഡിന് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അവർക്ക് നമ്മളുടേതുണ്ടാകുന്ന ഒരു ട്രസ്റ്റും ഒരു ക്വാളിറ്റി, അതായത് ഇപ്പം പുള്ളിക്കാരനെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ഒരു ക്വാളിറ്റിയിൽ ഔട്ട് തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് പിന്നീട് ഒരു വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ബഡ്ഡിങ് സ്റ്റേജിൽ നമ്മൾ വെറുതെ ഇരുന്ന ഞാനിപ്പം 2 ഫോട്ടോസ് എടുത്തിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പം നമുക്ക് അടുത്ത വർക്ക് ഇപ്പോൾ തരുമെന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി അങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ആ ഒരു കാര്യത്തിൽ ഗൗരിയുടെ ഒരു ഒരു വിഷയം എന്താണ്? അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു പോയിന്റിനോട് ശരിയാണ്. ബഡി ലൈക്ക് ഫസ്റ്റ് ഒരു നല്ല പ്രോജക്റ്റ് വന്നിട്ട് ഞാൻ എന്തോ ഒരു കിടിലൻ മൂവിയുടെ ഭാഗമായി ഇനി എന്നെ ഒന്ന് തിരഞ്ഞെടുക്കട്ടെ അതെ. എന്നുള്ള പോലെ ഞാൻ ഇരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വരില്ല, അത് സത്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നൊന്നുമില്ല. എനിക്ക് ബാക്കി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെയാണെങ്കിലും പിന്നെ എനിക്ക് തോന്നി എനിക്ക് മേ ബി എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിരിക്കും അങ്ങോട്ട് പോയി ചോദിക്കുക എന്നുള്ളൊരു സംഭവം ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്തില്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല. അതായത് ഇത്രയും വർഷം ഞാനൊരു മൂവി ചെയ്തില്ലല്ലോ, അങ്ങനെയൊന്നും എനിക്കില്ല. നല്ല മൂവി വരാണെങ്കിൽ ഓഫ് കോഴ്സ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ ദ തിങ് ഈസ് നമുക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയാൽ മാത്രം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ നല്ല സ്റ്റാർട്ടായിരുന്നു, എനിക്ക് നല്ല അനുഭവമാണ് കിട്ടിയത്. ഇതിൽ കൂടുതൽ ബെറ്റർ ഒരു സ്റ്റാർട്ട് മേ ബി ഒരു കുട്ടിക്ക് ആ ഏജിൽ ഒരു സമയത്ത് അതെ അതെ കിട്ടുമായിരുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം എൻ്റെ ഒരു എന്താണ് പെർസ്പെക്റ്റീവില് നല്ല ഒരു പ്രോജക്റ്റ് മാത്രം കിട്ടിയാൽ പോരാ, അതൊരു നല്ല എന്താ എന്താ നല്ലൊരു സ്റ്റാർട്ടായിരിക്കണം. ആസ് എൻ അത് ശരിക്കും കൊള്ളണം ആൾക്കാർക്ക്. ഇപ്പം എൻ്റെ ഒരു 96 ജേർണി എടുത്തു കഴിഞ്ഞാൽ ആ ഡയലോഗ്സും സോങ്സും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതെ അല്ല അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം, പാട്ടുകളായിരുന്നാൽ പോലും. True. പക്ഷേ ദ പ്രോബ്ലം ഇസ് ഐ തിങ്ക് എൻ്റെ പേരും എൻ്റെ കറസ്പോണ്ടിങ് അതായത് ഞാൻ ടബ് ചെയ്ത ആക്ട്രസിന്റെ പേരും ഗൗരി എന്നാണ്. അപ്പോ ഞങ്ങള് എല്ലാം കൂടെ അത് പറഞ്ഞൊരു പോയിന്റ് ഞാൻ അത് മിസ് ചെയ്തു. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചു, പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ മിസ് ചെയ്ത ആ കാര്യം. അതായത് പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഈ 96 എന്ന സിനിമയിലെ ജൂനിയർ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരിയുടെ പേര് ഗൗരി, അത് ഡബ് ചെയ്ത ആളൊക്കെ പേര് ഗൗരി, അത് പാടിയ ആളെ പേര് ഗൗരി. അപ്പം ആ ഒരു മിസ്കമ്പനി എനിക്ക് പിന്നീട് കുറെ നാൾ ആൾക്കാർ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്ത് കാണും അല്ലേ ഓൾറെഡി. തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേരൊക്കെ പേരും ഗൗരി, രണ്ടുപേരും അതായത് ആരാണ് എന്താണ് ചെയ്തതെന്നുള്ളൊരു കാര്യത്തിലൊരു പിടുത്തം. കാരണം ഗൗരിയുടെ ഗൗരിക്ക് ആ ഗൗരിയെ ട്വീറ്റ് ചെയ്യുന്നതിന് പകരം എന്നെ ട്വീറ്റ് ചെയ്തിട്ട് നല്ല ആക്ടിങ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അപ്പം അപ്പം എനിക്ക് തോന്നുന്നത് റെസിപ്രോക്കലായിട്ട് അങ്ങോട്ടും ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല പാട്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരി അതെ, കാരണം ഒരു അവാർഡ് ഫംഗ്ഷനിൽ അവര് ഗൗരിയെ കൊണ്ട് മറ്റേ ഗൗരി ആക്ട്രസ് ഗൗരിയെ കൊണ്ട് പാടിച്ചു. അപ്പോ ലൈക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഫാക്ടർ. നമ്മുടെ ഒരു നമ്മൾ പാടിയ ഒരു സാധനം ആള് മാറി അവര് അപ്പൊ പോലും ആ സ്റ്റേജിൽ പോലും നമുക്കൊരു അത് ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ പ്രേംകുമാർ സാർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ അഭിനയിക്കുന്ന ആളുടെ പേര് ഗൗരി എന്നാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാം കൂടി പുറത്തു വരുമ്പോ ആർക്കെങ്കിലും ഒരാൾ എന്താ ബനിയും പറഞ്ഞ പുള്ളിക്കാരെ അപ്പോഴേ ഞാനിങ്ങനെ പോയി നോക്കി ആരാണ് അവിടെ നിന്ന് ഗൗരിയെ പറ്റി അവരിങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ചില ഷോർട്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോ എനിക്ക് പുള്ളിക്കാരി ഇപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്, നല്ല നമ്മൾ അതെ, പുള്ളിക്കാരിയും ഞാന് രണ്ട് ഗൗരീസ് ആണ്. അപ്പം അതുകൊണ്ട് ഏത് ഗൗരിയാണ് പാടിയത്, ഏത് ഗൗരിയാണ് ഇനിയിപ്പോ അഭിനയിച്ച ഗൗരി തന്നെയാണോ പാടിയത്, അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ആൾക്കാർക്ക് അത്രയും ചിന്തിച്ച് ടു ബി ഓണസ്റ്റ് ആൾക്കാർക്ക് അത്രയും ചിന്തിച്ച് നൽകേണ്ട ആവശ്യമില്ല. കാരണം ഒരു എത്രയോ പാട്ട് ഇറങ്ങുന്നു, എത്രയോ പണം ഹിറ്റ് ആവുന്നു, അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ കൊണ്ടും ഒരു കട്ടപ്പോഹ അവസ്ഥ ആയിപ്പോയി 96 ഇതൊരു ഇൻവിസിബിളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു എങ്കിലും ആൾക്കാർക്ക് ചൈൽഡ്ഹുഡ് ഇങ്ങനെ പോയി. പിന്നെ ഫ്യൂച്ചറിൽ എന്താവും, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ സ്ട്രീം തീം. അപ്പൊ പിന്നെ അത് പാടി ആ കുട്ടി അവിടെ പോയി ഇത് ചോദിക്കേണ്ട കാര്യം ആൾക്കാർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ ബിഗിനിങ്, ദ ഡെബ്യൂ. പക്ഷെ എന്തോ ഇവിടെയൊക്കെ ഒരു മിസ്സിങ്